ലൈംഗിക വിവാദങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ അസാധാരണ വാദങ്ങളുമായി UDF കൺവീനർ അടൂർ പ്രകാശ് മറ്റു പലരെയും പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ക്രൂശിക്കുന്നു. AI കാലഘട്ടത്തിൽ ആരെക്കുറിച്ചും എന്തും നിർമ്മിച്ചെടുക്കാൻ പറ്റുമെന്നും അടൂർ പ്രകാശ്. രാഹുലിൻ്റെതായി പുറത്തുവന്ന കോൾ റെക്കോർഡുമായി ബന്ധപ്പെട്ടായിരുന്നു UDF കൺവീനറിന്റെ വിചിത്ര ന്യായീകരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിൽ ആദ്യഘട്ടത്തിൽ വലിയ എതിർപ്പ് രാഹുലിനെതിരെ ഉണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാ? ഇപ്പം നാളിതുവരെ ഈ നിമിഷം വരെയും UDFിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ ഒരു പരാതി എൻ്റെ കൈവശം കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ പരാതികൾ മറ്റ് KPCCയിലും കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. KPCCയും മറ്റും ആ കാര്യത്തെക്കുറിച്ച് കൂട്ടായി ആലോചിച്ചുകൊണ്ടാണ്, ഞങ്ങളെല്ലാവരുമായി ആലോചിച്ചുകൊണ്ടാണ് ഈ KPCC പ്രസിഡന്റ് തന്നെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നിയമസഭ കൂടാൻ പോകുന്നു. നിയമസഭയിൽ വരരുതേ എന്ന് പറയാൻ ഉള്ള ഒരു തെട്ടൂരോ ഒന്നും MV ഗോവിന്ദനോ അല്ലെങ്കിൽ DYFIക്കോ കൊടുത്തിട്ടില്ല. ഈ കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ രാഹുലിനെതിരെ പ്രതികരണമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. അപ്പോൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് ആത്യന്തികമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതും ആത്യന്തികമായ തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്നതിനെക്കുറിച്ച് പറയേണ്ടതുമായ പാർട്ടിയുണ്ട്. പാർട്ടിയാണ് അതിന്റെ തീരുമാനമെടുക്കുന്നത്. ഉയർന്നു വരുന്ന ഒരു പ്രധാന ആരോപണം രാഹുലിൻ്റെതായി ആരോപിക്കപ്പെട്ട് പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിൽ ഗർഭചിത്രത്തിനടക്കം നിർബന്ധിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പ് സാർ കേട്ടിരുന്നു? ഞാൻ ഇന്ന് ഇപ്പോൾ AI കാലഘട്ടമല്ലേ, ആരെക്കുറിച്ചും എന്തും ഏത് തരത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. നമ്മളത് ചെറുതായി കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ആ കാര്യങ്ങൾ കൂടി ചിന്തിക്കണം. അതാണ് എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളോട് പറയാനുള്ളത്. AI കാലഘട്ടത്തിൽ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പോലും പുറത്തു വരാനുള്ള അവസരമുണ്ട്. AI കാലഘട്ടം അതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഇതിൽ ഉണ്ടായിട്ടുള്ള മാനിപ്പുലേഷൻസ് ഏതൊക്കെ തരത്തിൽ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം, സമഗ്രമായ അന്വേഷണം നടക്കണം. ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു, അതിനുശേഷം വേറെ ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടോ? ഉള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സസ്പെൻഷൻ നടപടി താൽക്കാലികമായിരിക്കും അല്ലേ? അല്ല, അതിപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് അത് എത്ര കാലം ഉണ്ടാകണം, എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് ഇതുപോലെ ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് അത് തീരുമാനങ്ങൾ കൈക്കൊള്ളും. ആ തീരുമാനങ്ങൾ എത്ര നാൾ രാഹുലിനെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതല്ല MLA സ്ഥാനം ഒഴിയാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം തൽക്കാലം ഒന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം അത് സ്വീകരിച്ചു. ആ ചെറുപ്പക്കാരൻ അത് സ്വീകരിച്ചു. അത് ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് സ്വീകരിച്ചത് പാർട്ടിയുടെ നിർദ്ദേശാനുസരണം സ്വീകരിച്ചതാണ്. അതിന് ഇനിയൊരു പുനരാലോചന വരിക, എല്ലാവരുമായി ആലോചിച്ച് മാത്രമേ അതുണ്ടാകത്തുള്ളൂ. കൂടുതൽ വിവരങ്ങളുമായി ശ്രീരാജ് ബാബു അവിടെ നിന്ന് ചേരുന്നു. ശ്രീരാജ് ബാബുവാണ് അടൂർ പ്രകാശുമായി സംസാരിച്ചത്. ശ്രീരാജ്, വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം പറയുന്നത്. രണ്ട് തരത്തിൽ അതിനെ കാണാം. ഒന്ന്, ഈ വൈറ്റ് വാഷ് അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിച്ച് തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന്. രണ്ടാമത്തെ കാര്യം, തങ്ങൾക്ക് ഔദ്യോഗികമായിട്ടൊരു പരാതി ലഭിച്ചില്ലല്ലോ എന്നൊരു നിരാശാ പ്രകടനമായിട്ടും വേണമെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കത് കാണാം. കാരണം പരാതി ലഭിക്കാതെ ഇയാളെ ഒന്ന് വീട്ടിൽ പൂർണ്ണമായിട്ട് ഇരുത്താൻ, ഈ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാൻ തങ്ങൾക്ക് സാധിക്കുകയില്ലല്ലോ എന്നൊരു നിരാശയായിട്ടും, അതുകൊണ്ട് പരാതി ഉള്ളവർ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തരൂ എന്നൊരു അപേക്ഷയായിട്ടും വേണമെങ്കിൽ കാണാം. കോൺഗ്രസ് പാർട്ടിയാണ് അങ്ങനെയൊക്കെ കാണാവുന്നൊരു സാഹചര്യമുണ്ട്. രണ്ട് സാഹചര്യങ്ങൾ അവിടെയുണ്ട്. പക്ഷേ നമ്മൾ ആദ്യ സാഹചര്യത്തിൽ പിടിക്കുക ഈ വൈറ്റ് വാഷാണ്. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നേതൃത്വമാകെ തന്നെയും ആലോചിച്ചിട്ട് അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്ന് തന്നെ കാണുമ്പോൾ എത്രത്തോളം ശക്തമാണത്? സനീഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഒരു ഘട്ടത്തിലും നടത്താതിരുന്ന ഒരു പ്രതികരണമാണ് അടൂർ പ്രകാശ് UDF കൺവീനറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ 2 തവണയായിരുന്നു മാധ്യമങ്ങളെ കണ്ടത്. 2 തവണയും നമ്മുടെ ആവർത്തിച്ചുള്ള ചോദ്യം കോൾ റെക്കോർഡുമായി ബന്ധപ്പെട്ടതായിരുന്നു. എന്നാൽ അതിനോട് മുഖം തിരിച്ച് നടക്കുകയല്ലാതെ ഒരു തരത്തിലുള്ള പ്രതിരോധത്തിനോ പ്രതികരണത്തിനോ രാഹുൽ തയ്യാറായിരുന്നില്ല. പക്ഷേ ആ വിഷയത്തിലാണ് അടൂർ പ്രകാശ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു അസാധാരണ പ്രതികരണമാണ്
പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇതെല്ലാം AI ആണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം അടൂർ പ്രകാശിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. AI കാലഘട്ടമല്ലേ, ആർക്കെതിരെയും എന്തും ഏതു തരത്തിലും നിർമ്മിച്ചെടുക്കാവുന്ന ഒരു കാലഘട്ടമാണ് എന്നായിരുന്നു അടൂർ പ്രകാശിൻ്റെ കോൾ റെക്കോർഡിന്മേലുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള, രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ഘട്ടത്തിലും തള്ളാതെയുള്ളൊരു പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ആദ്യഘട്ടത്തിലെല്ലാം തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ എതിർപ്പും പ്രതിഷേധവും രാഹുലിനെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് പൂർണ്ണമായും രാഹുലിനെ സംരക്ഷിക്കുന്ന, രാഹുലിനെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു. അതിനെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് അടൂർ പ്രകാശിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അദ്ദേഹം പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് അഭിനന്ദിക്കുന്നു. എന്നാൽ കൃത്യമായി ഒരു പരാതി രേഖാമൂലം തനിക്ക് UDF കൺവീനർ എന്ന നിലയ്ക്ക് തനിക്കും ലഭിച്ചിട്ടില്ല എന്നും അടൂർ പ്രകാശ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ UDFനുള്ളിൽ നിന്ന് തന്നെ വനിതാ നേതാക്കളുടെ ഭാഗത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിലടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലും ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. എന്നാൽ ഇതിലെല്ലാം ഒരു തീരുമാനമെടുക്കുന്നത് പാർട്ടിയാണ് എന്ന തരത്തിൽ ആ വനിതാ നേതാക്കളുടെ പ്രതികരണത്തെ പിന്തുണയ്ക്കാതെയുള്ള ഒരു പ്രതികരണമായിരുന്നു അടൂർ പ്രകാശിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഇത്തരത്തിൽ രാഹുലിനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട്, രാഹുലിനെ തള്ളാതെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രതികരണം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അറിയാം, തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ വലിയ പ്രതിഷേധങ്ങൾ രാഹുലിൻ്റെ വിഷയത്തിൽ ഉണ്ടായ ഘട്ടത്തിലായിരുന്നു ആദ്യം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായും രാഹുലിനെ തള്ളുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. 24 മണിക്കൂറിനുള്ളിൽ അധ്യക്ഷ സ്ഥാനം യൂത്ത് കോൺഗ്രസിൻ്റെ രാജിവെക്കുന്ന സ്ഥിതിയിലേക്ക് കടന്നു. എന്നാൽ പിന്നീട് ഈ സ്ഥിതിഗതികളെല്ലാം ആകെ മാറുന്നു. പൂർണ്ണമായും രാഹുലിനെ സംരക്ഷിക്കുന്നു, ചേർത്ത് നിർത്തുന്നു. ഇതിനെല്ലാം അപ്പുറം അസാധാരണമായ ഒരു വാദം രാഹുലിൻ്റെ ഈ ഫോൺ റെക്കോർഡുമായി ബന്ധപ്പെട്ട് UDF കൺവീനറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ രാഹുൽ ഒരു ക്രൂശിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന തരത്തിൽ ഒരു ഇരവാദം ഉന്നയിക്കാനടക്കം ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനിതാ നേതാക്കളുടെ പ്രതിഷേധത്തെ ചേർത്ത് പിടിക്കാതെ, അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കാതെ, എന്നാൽ പൂർണ്ണമായും തള്ളാതെ, ജനാധിപത്യ പാർട്ടിയാണ്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന തരത്തിൽ പ്രതികരണം അടൂർ പ്രകാശിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്തായാലും രാഹുലിനെ പൂർണ്ണമായും തള്ളുന്നില്ല, പകരം രാഹുലിനെ ചേർത്ത് പിടിക്കുന്നു. വലിയ പ്രതിഷേധങ്ങൾ മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പ്രതിഷേധങ്ങളെല്ലാം തള്ളിക്കൊണ്ട് രാഹുലിനെ ചേർത്ത് പിടിക്കുന്നു. നിയമപരമായ തടസ്സങ്ങൾ മാത്രം മുന്നിൽ ചൂണ്ടിക്കാട്ടുന്നു. കാരണം രേഖാമൂലം പരാതികൾ ലഭിച്ചിട്ടില്ലല്ലോ എന്ന കാര്യം മാത്രം ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിരോധം തീർക്കാൻ അടൂർ പ്രകാശ് ശ്രമിക്കുന്നു. രേഖാമൂലം പരാതി ലഭിച്ചിട്ടുള്ളൂ എന്ന ഒരു ന്യായീകരണ വാദം ഉയർത്തുകയാണ് അടൂർ പ്രകാശ്. കഴിഞ്ഞ ദിവസവും അടൂർ പ്രകാശ് വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് MM ഹസനും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ അതിശക്തമായിട്ട് എതിർക്കുകയും ഇയാൾ ചെയ്ത കുഴപ്പത്തിൻ്റെ വലിപ്പം മനസ്സിലായതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്ത കോൺഗ്രസ്സുകാർ പക്ഷേ തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ് എന്ന് ആണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഒരുപക്ഷെ കോൺഗ്രസ്സുകാരായതുകൊണ്ട് അവരുടെ കയ്യിൽ പരാതിയൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് ഇദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ആ ശബ്ദം ഒന്നുകൂടെ കേട്ടാൽ, ശ്രീരാജിനോട് സംസാരിക്കുന്ന ഒന്നുകൂടെ കേട്ടാൽ നമുക്ക് തോന്നുക ഞങ്ങൾക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല, ആരെങ്കിലും ഒരു പരാതി കൊണ്ടുത്തരൂ എന്ന് ചോദിക്കുന്നതായിട്ടും ഒരുപക്ഷെ അങ്ങനെ ആലോചിക്കുന്ന ആളുകൾക്ക് തോന്നും. നിശ്ചയമായിട്ടും ഏതായാലും കോൺഗ്രസിനകത്ത് ഒരുപാട് ആളുകളിപ്പോൾ ഇയാളെ രക്ഷപ്പെടുത്തിയെടുത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആ നിലക്കുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇയാൾ ചെയ്ത കുഴപ്പത്തിൻ്റെ വലുപ്പം കണ്ട് അന്തം വിട്ടുപോയ വനിതാ നേതാക്കളടക്കം ഇപ്പോൾ നിശബ്ദരാണ് എന്നതാണ് നമ്മൾ കാണുന്നത്. VD സതീശനും നേരത്തെ അതിശക്തമായുള്ള സ്റ്റാൻഡ് എടുത്ത VD സതീശനും ഇപ്പോൾ അക്കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. ഇവരുടെ ശബ്ദം മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് അടൂർ പ്രകാശും സണ്ണി ജോസഫും, KPC അധ്യക്ഷൻ സണ്ണി ജോസഫും ഈ അടൂർ പ്രകാശ് മുന്നണി കൺവീനറുമാണ് ഏറ്റവും ശക്തമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നതായി കാണുന്നത്. MM ഹസൻ ഇന്നലെ പറഞ്ഞിരുന്നു K മുരളീധരനും ഏതാണ്ട് അനുകൂലിക്കുന്ന പോലുള്ള നിലപാടാണ് സ്വീകരിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. ഏതായാലും എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വ്യക്തത വരാൻ ഇനിയും കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഇത്രമാത്രം തെളിവുകൾ മുന്നിലുണ്ടായിരിക്കുമ്പോൾ കൃത്യമായിട്ട് പരാതിക്കാരികളുണ്ട് എന്ന് ഇവർക്കൊക്കെ അറിയാമായിരിക്കെ, ആ പരാതികളുടെ പരാതി വളരെ വലിയ പരാതികളാണ് എന്നറിയാമായിരിക്കെ, അത് സംസ്ഥാന രാഷ്ട്രീയത്തിനകത്ത് സമാനമായിട്ട് എന്ന് അവർ കരുതുന്ന വിധത്തിൽ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളെക്കാൾ വലുതാണ് എന്ന് നിശ്ചയമായിട്ടും ബോധ്യമുണ്ടായിരിക്കെ, എന്നിട്ടും കോൺഗ്രസ് നേതാക്കൾ ഞങ്ങൾക്ക് പരാതി തരൂ, ഞങ്ങൾക്ക് മുന്നിൽ പരാതി കിട്ടിയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയും മറ്റും ചെയ്യുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് എല്ലാ വശത്തു നിന്നും ആലോചിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ, മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. CPM ആണെങ്കിലും ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള സമരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. CPM കൂടുതൽ വലിയ സമരങ്ങളിലേക്ക് കൊണ്ടുവരാനാണോ ഈ നിയമസഭാ
സമ്മേളനം നടക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും പരാതി ലഭിക്കണം, എന്നിട്ട് അതിന്മേൽ നടപടിയെടുത്ത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള നിലപാടിലേക്ക് പോകാം എന്ന് കോൺഗ്രസ് നേതൃത്വം വിചാരിക്കുന്നതുകൊണ്ടാണ്. ഇതൊന്നും നമുക്ക് കൃത്യമായ വ്യക്തതയില്ല എന്തായാലും. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ കാണുക ഇവരെല്ലാവരും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ന്യായീകരിക്കുന്നതായിട്ടാണ് നമുക്ക് ആദ്യ കേൾവിയിൽ പ്രാഥമികമായിട്ട് തോന്നുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.